ചാനൽ. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ളും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ഇതിൽ തന്നെ ഫസ്റ്റിലി ഞാൻ പറയാൻ പോകുന്നത്, നമ്മളൊക്കെ ഈവൻ ബാങ്കിൽ ട്രാൻസാക്ഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇങ്ങനെ നമ്മൾ ഈവൻ ഒരു FD പോലെ ഡെപ്പോസിറ്റോ അങ്ങനെ ഒരു ഡെപ്പോസിറ്റർ ആണെങ്കിൽ നമ്മൾ നേരിട്ട് ബാങ്കിൽ പോവുക, കുറേ പേപ്പേഴ്സ് കുറേ പ്രൊസീജിയേഴ്സ് കാണും. സോ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും ഫൈനലി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഈവൻ നമ്മുടെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ എങ്കിൽ നമുക്ക് വീട്ടിൽ വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് FD ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് FD ഡെപ്പോസിറ്റ് ഇടാൻ പറ്റും. സോ നമുക്ക് നോക്കാം. ബാങ്കിൽ പോയി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്ന നമുക്ക് നമ്മുടെ ടൈം കളയാതെ വളരെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഫോൺ വെച്ച് തന്നെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. സോ ഈവൻ ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ഫെഡ്ബുക്ക് അല്ലെങ്കിൽ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ കേസാണ്. സോ നിങ്ങളൊരു ഫെഡറൽ ബാങ്ക് യൂസർ ആണെങ്കിൽ നമുക്ക് ഫെഡ്ബുക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എല്ലാവരും മിക്കവരും തന്നെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. സോ അതിൽ കുറേ അവർ നമുക്ക് ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ RDനെ കുറിച്ച് പറഞ്ഞിരുന്നു. സോ ഇതിൽ FDനെ കുറിച്ചിട്ടാണ്. സോ ഇതുപോലെ ഒരു ഫെഡ്ബുക്കിൻ്റെ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ദെൻ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ നമുക്ക് പിൻ നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും. അതിൽ കുറേ അവരുടെ സർവീസസും എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും ഡെപ്പോസിറ്റ്സ്, ലോൺ അഗെയിൻസ്റ്റ് ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ്, മാനേജ്മെൻറ്റ്, ഡെബിറ്റ് കാർഡ്, അങ്ങനെ ക്വിക്ക് പേ, ട്രാൻസ്ഫർ ഫണ്ട്, അങ്ങനെ വെറൈറ്റീസ് ഓഫ് അവരുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് ഈ ഒരു വിൻഡോയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മളൊരു ഫെഡ്ബുക്കിൻ്റെ ഒരു ആപ്ലിക്കേഷനിൽ നമ്മുടെ ഡീറ്റെയിലും പിൻ നമ്പറൊക്കെ ആഡ് ചെയ്യുന്നതെന്ന്. സോ അത് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ചെക്ക് ചെയ്യുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫോണിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റ്സിനുള്ളിൽ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആവും. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടോ ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സോ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും. ഫിക്സഡ് ഡെപ്പോസിറ്റ്, ആദ്യം നമ്മൾ ഡെപ്പോസിറ്റിനുള്ള ഇതാണ് ക്ലിക്ക് ചെയ്യുന്നത്. ദെൻ നമുക്കിതുപോലെ ഫിക്സഡ് റിക്കറിംഗ് എന്ന് പറയാം. നമുക്ക് വേണ്ടത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. സോ നമ്മൾ ഫിക്സഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ദെൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിലൊക്കെ. ദെൻ നമ്മൾ മന്ത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഞാനൊരു 6 മന്താണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. FD ആകുമ്പോൾ സാധാരണ എല്ലാവരും 12 മന്തൊക്കെയാണ് ഇടുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ. ദെൻ ഞാൻ 6 മാറ്റി 12 ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡേയ്സിൻ്റെ ആവശ്യമില്ല. 12 മന്ത് ഓൾറെഡി നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. ദെൻ ഡേയ്സിൻ്റെ ആവശ്യമില്ല. ദെൻ എമൗണ്ട് കൊടുക്കുകയാണ്. ദെൻ 1 lakh ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുമ്പോൾ സാധാരണ നമ്മളൊരു ബൾക്ക് എമൗണ്ട് ആയിരിക്കും. ദെൻ 12 മന്ത് ഞാൻ ഒരു പീരീഡ് ഓഫ് ടൈം കൊടുത്തു. മെച്യൂരിറ്റി ഡേറ്റ് ആണ് 11 ഡിസംബർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. സോ ദെൻ അവർ പിന്നെ കാണിച്ചിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, നമ്മുടെ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ള രീതിയാണ്. FD മന്ത്ലി ഇൻട്രസ്റ്റ്, ക്വാർട്ടർലി ഇൻട്രസ്റ്റ്, ഹാഫ് ഇയർലി FD, ഇയർലി ഇൻട്രസ്റ്റ്, FD ഇൻട്രസ്റ്റ് ഓൺ മെച്യൂരിറ്റി, ഇങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. സോ നമുക്ക് ഓരോന്നിലും എന്തൊക്കെയാണ് ബെനിഫിറ്റ്, എത്രയൊക്കെ ഇൻട്രസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ ഇൻട്രസ്റ്റും നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കാം. സോ ഏതാണ് ബെറ്റർ എന്ന് നമുക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ FD മന്ത്ലി ഇൻട്രസ്റ്റ്. മന്ത്ലി നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ FD മെച്യൂർ ആകുമ്പോൾ നമുക്കൊരു എത്ര എമൗണ്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. സോ അതിന് ഒരുപാട് ബുദ്ധിമുട്ടിൻ്റെ കാര്യമൊന്നുമില്ല. ദെൻ ജസ്റ്റ് ഡൗണിൽ തന്നെ കാൽക്കുലേറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നമ്മുടെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് കാൽക്കുലേറ്റർ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇതിൽ വന്നിരിക്കുന്നത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 6.50. സോ ഇൻട്രസ്റ്റ് എമൗണ്ട് 6465. അതാണ് നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് ഫസ്റ്റ് ഇടുമ്പം കിട്ടുന്ന ഇൻട്രസ്റ്റ്. ദെൻ സെക്കൻഡ് FD ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ ഇപ്പം 3 മാസം 4 മാസം നമുക്ക് ക്വാർട്ടറായിട്ട് 3 മാസം അങ്ങനത്തെ രീതിയിൽ നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കുന്ന രീതിയാണെങ്കിൽ അതും 6.5 തന്നെയാണ്. സോ ഇവിടെ കുറച്ച് കൂടുതലുണ്ട്. 6500 റുപ്പീസ് കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ക്വാർട്ടർലി എന്ന് പറയുന്നത്. സോ നമുക്ക് കുറച്ചുകൂടെ ഒരു ബെനിഫിറ്റ് കിട്ടും. കമ്പയർ ടു പ്രീവിയസ് വൺ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ, എന്താ പറയുക, കുറച്ചുകൂടെ ഒരു ബെനിഫിറ്റ് ഉണ്ട് യൂസറിന് അല്ലെങ്കിൽ ഡെപ്പോസിറ്റിന്. ദെൻ FD ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ്, ഹാഫ് ഇയർലി ഒരു ഇയറിൻ്റെ ഹാഫ് വെച്ചിട്ട് ഈവൻ 6 മാസം വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 6.5 തന്നെയാണ്. നമുക്കൊരു നേരത്തെ ഞാൻ പറഞ്ഞ ക്വാർട്ടർലിയുടെ സെയിം എമൗണ്ട് തന്നെയാണ്, 6500 തന്നെയാണ് ഇവിടെയും വരുന്നത്.
ദെൻ FD ഇൻട്രസ്റ്റ് ഓൺ മെച്യൂരിറ്റി നമ്മുടെ ഇൻട്രസ്റ്റ് എപ്പോൾ മെച്യൂർ ആവുന്നോ, അതായത് 11 ഡിസംബർ 2020 നമുക്ക് മെച്യൂർ ആകുമ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് അവർ പറയുന്നത് 6.5 ആണ്. കുറച്ചുകൂടെ ഒരു ബെനിഫിറ്റ് ഉണ്ട് നമുക്ക്. 6.5 അവർ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് മെച്യൂർ ആകുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ 6518. സോ പ്രീവിയസ് നമ്മൾ ക്വാർട്ടർലി ഒക്കെ നോക്കിയപ്പോൾ 6500, ഫസ്റ്റ് വൺ അതിലും കുറവായിരുന്നു നമ്മൾ മന്ത്ലി എടുക്കുമ്പം. സോ ബെറ്റർ ഓപ്ഷൻ, ഓൾറെഡി നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണേലും നമുക്കൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഫൈനലായിട്ട് നമ്മൾ എപ്പം നമ്മുടെ ഡെപ്പോസിറ്റ് മെച്യൂർ ആവുന്നോ അപ്പം നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം കിട്ടുന്നത് 6465. സോ ആ ഒരു എമൗണ്ടുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഇടുന്ന എമൗണ്ടിൽ ഒരു ഡിഫറൻസും ഇല്ല. 1,00,000 രൂപയാണ് നമ്മൾ ഇടുന്നത്. സോ നമ്മൾ എടുക്കുന്ന ഇൻട്രസ്റ്റ് എടുക്കുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈമിൻ്റെ ഒരു ഡിഫറൻസ് കൊണ്ട് നമുക്ക് എത്രമാത്രം ബെനിഫിറ്റും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിൽ ഉണ്ടാകുന്ന വേരിയേഷനും. സോ അതുകൊണ്ട് മെച്യൂർ ആകുമ്പോഴായിരിക്കും നമുക്കൊരു പെർഫെക്റ്റ് ഒരു ഡെപ്പോസിറ്ററിന് നല്ലൊരു എന്താ പറയുക, ഒരു നല്ലൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു ഗെയിൻ നമ്മുടെ ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്നത്. കുറച്ചുകൂടെ ഒരു എമൗണ്ട് നമുക്ക് കൂടുതൽ കിട്ടും. ദെൻ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മളൊക്കെ ഫെഡ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്ന യൂസേഴ്സാണ്. സോ നമുക്കൊക്കെ തീർച്ചയായിട്ടും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഫെഡ്ബുക്ക് യൂസർ ഉണ്ടെങ്കിൽ, ഫെഡറൽ ബാങ്ക് യൂസർ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 1 lakh വേണമെന്നില്ല. നമുക്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു നല്ലൊരു ബെനിഫിറ്റ് തരുന്ന കാര്യമാണ്. നമുക്ക് ഈവൻ നമുക്ക് ആവശ്യപ്പെടുന്ന ടൈമിൽ നമുക്ക് ഉതകുന്ന ക്യാഷാണ്. സോ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 25 എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ള അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് നോക്കാം. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു. ഇനി മുതൽ നമുക്ക് ബാങ്കിൽ പോയി ക്യൂ നിൽക്കാതെ വിത്തിൻ ക്ലിക്സിനുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റ്സിനുള്ളിൽ അല്ലെങ്കിൽ സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് സേഫായിട്ട് നമുക്ക് സെക്യൂറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. തന്നെ ഈ ചാനൽ കണ്ട എല്ലാ വ്യൂവേഴ്സിനും അതുപോലെ തന്നെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക്സ്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ താങ്ക് യു സോ മച്ച്.